എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസുമായിട്ടാണ്. എന്താണെന്നല്ലേ, ഇന്നത്തെ റെസിപ്പി പറഞ്ഞു തരുന്നതും ചെയ്യുന്നതും ഞങ്ങളുടെ അമ്മയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അമ്മ വരുവാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രത്നകുമാരി. ഞാൻ എറണാകുളം ജില്ലയിലെ ഏരൂരിൽ താമസിക്കുന്നു. എന്ന് ചെയ്യണത് നുറുക്ക് ഗോതമ്പ് പായസമാണ്. ഇതിന് വേണ്ട ഐറ്റംസാണ് ഗോതമ്പ്. അത് നമ്മൾ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വേഗം വെന്ത് കിട്ടാനാണ്. 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടാം പാല്, ശർക്കര 500 ഗ്രാം ഉണ്ട്, ഒന്നാം പാല്, ചുക്കുപൊടി, ചുക്കും ജീരകവും പൊടിച്ചത്, കശുവണ്ടി, കിസ്മിസ് വറുത്തിട, നെയ്യ്. നമ്മളിത് കുക്കറിലാണ് വേവിക്കാൻ പോണത്. അപ്പം ആദ്യം നമ്മളിത് അടുപ്പത്ത് ഇടണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. പിന്നെ ഇത് തൂവി പോകാതിരിക്കാൻ നമ്മൾ ഒരു പൊട്ട് നോക്ക് നെയ്യ് ചേർക്കാം. നമ്മൾ കുക്കർ അടച്ചു വയ്ക്കും. ആവി വരുമ്പോൾ നമ്മൾ അതിന് 2 വിസിൽ അടുപ്പിച്ചിട്ട് നിർത്തണം. ഇപ്പോൾ അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ ശർക്കര ഉരുക്കാം. ഇത്തിരി വെള്ളം ഒഴിക്കുക. അപ്പോൾ വേഗം നമുക്ക് ഉരുക്കി വരും. വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഉരുകി തുടങ്ങി. ഇതിനിപ്പോൾ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫ് ചെയ്യുന്നു. 2 വിസിലായി. ശർക്കര നല്ല പാനിയായി. ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഗോതമ്പ് ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ല വരട്ടാം. നമുക്ക് വിസിൽ പോയെന്ന് നോക്കാം. വിസിൽ പോയേക്കാണ്. നമുക്ക് തുറക്കാം. നമുക്ക് ഇതിൻ്റെ ഇളക്കി നോക്കാം. പാകത്തിന് നല്ല വെന്ത് പാകമായിരിക്കുകയാണ്. നമുക്ക് ശർക്കര പാനിയിലേക്ക് ഇത് ഒഴിക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചൊന്ന് വരട്ടാം. നമുക്ക് വരട്ടി ശരിയാകുന്ന നേരം കൊണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിയും കിസ്മിസും മൂപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് കിസ്മിസ് ഇടാം. കശുവണ്ടി ഇടാം. ബ്രൗൺ നിറമായി ഓഫ് ചെയ്യാം.
പിന്നെ മാറ്റി വയ്ക്കുക. നമ്മളൊരു ശർക്കരയൊക്കെ ഇട്ട് നല്ല വരണ്ടി നല്ല ഇതായി ആയി നമ്മളിപ്പോൾ രണ്ടാം പാല് ഒഴിക്കാൻ പോവുകയാണ്. കട്ട കെട്ടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഇതായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടി പിടിക്കും. എടുത്തു വെച്ചേക്കണ ചുക്ക് പൊടിക്ക് ഒന്നാം പാലിലേക്ക് ചേർക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചുക്ക് പൊടി കട്ട കെട്ടി നാക്കിൽ തടയും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ ചുക്ക് പൊടി നല്ല ഒന്നാം പാലിലങ്ങ് ചേർക്കും. നല്ല ചേർക്കും. ഇനി നമ്മളിത് നോക്കണം. നല്ല പറ്റി നമ്മൾ ചുക്ക് പൊടി അതിനകത്ത് കലക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ നല്ല വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നാം പാലം അങ്ങോട്ട് ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാണ്ട് അങ്ങോട്ട് തിളച്ച് വറ്റണ്ട. നമുക്ക് താത്തി വയ്ക്കുക. അപ്പോൾ അതൊന്ന് പതഞ്ഞാൽ മതി. ഇങ്ങനെ കശുവണ്ടി ഇതിനകത്ത് ഇപ്പോൾ ചേർക്കാൻ പോവാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണ്ടവർക്ക്, ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് ആവശ്യമുള്ളവർക്ക് ഇതിനൊപ്പം തേങ്ങാക്കൊത്തും കൂടി ചേർക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇളക്കണം. എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. പായസം റെഡിയായി. നല്ല പാകത്തിന് ആവശ്യത്തിന് വെള്ളവും ഒക്കെ ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പായസമാണ് ഇത്. അത് ശരിയായി കഴിഞ്ഞു. നമുക്ക് കുറച്ച് എടുത്ത് കുറച്ച് സെർവ് ചെയ്യും. പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൊച്ചുമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്. കുടിച്ചു നോക്കാം. ഒക്കെ ചൂട് 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 കൊടുക്ക. നന്നായിട്ടുണ്ടാ? ഇഷ്ടമായ കുടിക്കാൻ? ഞാൻ ഇതിന് എടുത്തേക്കണ 2.5 തേങ്ങയുടെ പാലാണ് എടുത്തേക്കണത്. നമുക്ക് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലോ അത് തേങ്ങാപ്പൊടി ഒഴിച്ച് കലക്കിയിട്ടോ നമുക്ക് ആ ഒരളവിൽ ചേർക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.